വനിതാ ദിനത്തിൽ അതിരപ്പള്ളി വനവാസി കോളനിയിൽ നടന്നത് കൂട്ടബലാത്സംഗം. വനവാസി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 3 പേർ ചേർന്ന് മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ പറയുന്നു. അവശയായ പെൺകുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വനിതാ ദിനത്തിൽ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാത്തിലും നമ്പർ 1 ആണ്. സ്ത്രീ സുരക്ഷയിലും സാക്ഷരതയിലുമൊക്കെ നവോത്ഥാനത്തിലുമൊക്കെ 1-ാം നമ്പറാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് വനവാസിയായ പെൺകുട്ടിയെ കൂട്ടം ചേർന്ന് 3 പേർ ചേർന്ന് മദ്യം നൽകി പീഡിപ്പിച്ചത്. ഇതുവരെ ഇതിന് കാര്യമായൊരു പ്രതികരണം സാംസ്കാരിക നായകന്മാരോ രാഷ്ട്രീയ നേതൃത്വം ഒന്നും നൽകിയിട്ടുമില്ല. മനോജ്, എന്താണ് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകുന്ന വിവരങ്ങൾ? ഒപ്പം പോലീസ് ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഉമേഷ്, ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് 3 പേർ ചേർന്ന് അതിക്രൂരമായി കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. കുട്ടിയെ കാടിനുള്ളിൽ നിന്നും കണ്ടെടുത്തത്. തുടർന്ന് ചാലക്കുടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ഈ ആനക്കയം പോത്തുപാറയിലുള്ള വനവാസി കോളനിയിലുള്ള കുട്ടിയെയാണ് ഇത്തരത്തിൽ 3 പേർ ചേർന്ന് പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നും രക്ഷിതാക്കൾ പറയുന്നത് വെച്ച് ലഭിക്കുന്ന വിവരം 3 പേരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഡോക്ടർമാരും, അതായത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർമാർ അത് സ്ഥിരീകരിച്ച ശേഷമാണ് പോലീസിൽ അറിയിച്ചിട്ടുള്ളത്. പോലീസ് എത്തി പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇവരെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ആരൊക്കെയാണ് പ്രതികളെന്ന് സൂചന ഒരാളെ മാത്രമേ രക്ഷിതാക്കൾക്ക് അറിയുകയുള്ളൂ. ഇത് വച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം കേരളത്തെ ആകെ ലജ്ജിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. വനവാസി ഊരിലുള്ള ഇത്തരത്തിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ കേരളത്തിൽ അവർ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ വനിതാ ദിനത്തിലും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇത്രയധികം ക്രൂരമായി ഒരു പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ട് പോലും രാവിലെ മുതൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നിട്ടും ഒരാൾ പോലും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല.